ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 85,000-ത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തിയത്. ഇന്ന് രാവിലെ 6 മണി വരെ 23,651 പേർ മല കയറി. ജി ശ്രീജിത്ത് സന്നിധാനത്തുണ്ട്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീജിത്ത് സന്നിധാനത്ത് തന്നെയാണ്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. തിരക്കിങ്ങനെ ഓരോ ദിവസവും കൂടുന്ന സാഹചര്യം. എന്തായാലും ആറന്മുളയിൽ നിന്ന് തങ്കയങ്കി പുറപ്പെടുകയും ചെയ്തു. ഇനി മണ്ഡലകാലം പൂർത്തിയാവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം, അല്ലേ? തീർച്ചയായും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തങ്കയങ്കി ഘോഷയാത്ര മറ്റന്നാൾ 25-നാണ് സന്നിധാനത്ത് എത്തിച്ചേരുക. അന്ന് വൈകുന്നേരത്തെ ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയായിരിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഈ സീസൺ മണ്ഡലകാലം തീരാൻ ബാക്കി നിൽക്കെ വലിയ തിരക്ക് തന്നെ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും ഏതാണ്ട് 85,000-ൽ പരം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ രാവിലെ നല്ല തിരക്കുണ്ട്. 7 മണി വരെ 27,000-ത്തിലധികം ഭക്തർ സന്നിധാനത്ത് ദർശനത്തിനെത്തി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ നല്ല തിരക്ക് ഈ ഫ്ലൈ ഓവറിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഉഷപൂജയുടെ ഭാഗമായുള്ള ശീവേലി കഴിഞ്ഞ് തന്ത്രി, മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ അല്പസമയം മുമ്പ് തിരുനടയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും തിരക്ക് തുടരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 25, 26 തീയതികളിൽ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവന്നുകൊണ്ട്, അതായത് ഭക്തർ ഒരുപാട് തിങ്ങിക്കേറി വന്നാൽ ഇവിടെ ഒരു ദർശനത്തിന്, അതായത് ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് 25-ന് 26-നും അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമല സന്നിധാനം ഉള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം തങ്കയങ്കി ശബരിമല സന്നിധാനത്തേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ നട തുറന്നുകൊണ്ട് മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ തിരുനടയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭക്തിസാന്ദ്രമാണ്. ശരണം വിളികളുമായി ഭക്തർ ഈ പൂജയ്ക്കായി, ഈ ഉഷപൂജയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. തീർച്ചയായും ശ്രീജിത്ത്, ഇനിയിപ്പോൾ ഇതാ വെക്കേഷൻ സമയമാണ്, ക്രിസ്മസ് അവധിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുട്ടികളുമൊക്കെ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. തിരക്ക് കൂടാനേ സാധ്യതയുള്ളൂ, അല്ലേ? പ്രത്യേകിച്ചും മണ്ഡലകാലം അവസാനിക്കാൻ പോകുന്നു, അവധിക്കാലം വന്നിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ അച്ഛന്മാരും മക്കളുമൊക്കെ കൂടുതലായിട്ട് സ്വാമിമാർ ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ദിവസങ്ങളായിരിക്കും, അല്ലേ? പ്രത്യേകിച്ചും ഇന്നൊക്കെ ഞായറാഴ്ച കൂടിയാണ്. അപ്പോൾ അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടുമോ? അവധി ദിവസങ്ങളിൽ തിരക്ക് കുറവാണ് എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ തിരക്കിൽ ഏറ്റവും കുറവ് തിരക്കുൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവധി ദിവസം, അതായത് ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ച അല്പം കൂടി തിരക്കുണ്ടാകും. ഞായറാഴ്ച അത്രത്തോളം തിരക്കുണ്ടാവില്ല. ഒരു 60, 65,000, 70,000-ത്തിലേക്ക് തിരക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ കാണാറുള്ളത്. എന്തായാലും അത് തന്നെ ആയിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്ന് തന്നെ, ഇന്നും ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസ് അവധി, അത് കഴിഞ്ഞ 2-3 ദിവസമായി അവധിയുടെ ഭാഗമായുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തർ എത്തുന്നുമുണ്ട്. എന്തായാലും വലിയ തിരക്ക് ഇന്ന് ഒരുപക്ഷെ ഈ അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വീണ്ടും പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഉഷപൂജയ്ക്ക് വേണ്ടി ഉള്ള നടയടച്ചു വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇപ്പോൾ ദർശനം, ഇനിയിപ്പോ നട തുറന്നിട്ടുള്ള ദർശനമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും 2-3-4 ദിവസം മാത്രമേ ഉള്ളൂ മണ്ഡല പൂജയ്ക്ക് ബാക്കി. അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു തിരക്ക് ഈ സന്നിധാനത്ത് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ഇന്ന് പുലർച്ചെ മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാട് MLA-മായ രമേശ് ചെന്നിത്തല ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയിരുന്നു. ഇന്നലെ KC വേണുഗോപാൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ദർശനത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നേതാക്കളും, ഇന്നലെ രാവിലെ V മുരളീധരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ശബരിമലയിൽ സ്ഥിരമായി എത്തുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെയും ഈ അവസാന ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത. എന്തായാലും വലിയ തിരക്കിലേക്ക് സന്നിധാനം അമരുകയാണ്. ഈ സീസൺ തുടങ്ങിയ ശേഷമുള്ള ഞായറാഴ്ചകളിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഒരുപക്ഷെ തിരക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ തിരക്കിന് അത്രയെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഭവ്യ.
ശ്രീജിത്ത്, ഈ മണ്ഡലകാലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം അധികം സർക്കാരും അധികൃതരും ഒന്നും വലിയ പഴി കേൾക്കാതെ പോയൊരു മണ്ഡലകാലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, വലിയ പരാതികളൊന്നും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അല്ലെ? അത്തരത്തിലൊരു മണ്ഡലകാലം കൂടിയാണ് കടന്നു പോകുന്നത്. അതും കൂടി നമ്മൾ എടുത്തു പറയണമെന്ന് തോന്നുന്നു അല്ലേ ശ്രീജിത്ത്? ഭവ്യ, തീർച്ചയായും അത് തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ അങ്ങനെ ഒരുക്കി, അങ്ങനെ വലിയ തിരക്കില്ലാതെ ഒരുക്കി ഒരു മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ ചുമതലയിലുള്ള പല ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ്. അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കൃത്യമായ ഏകോപനത്തിന്റെ കാര്യമാണ്, മുന്നൊരുക്കത്തിന്റെ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറി. എന്തായാലും ഒരു കാര്യം ഉള്ളത്, ഇങ്ങനെയൊക്കെയും വലിയ തിരക്കില്ലാതെ, അതായത് തിരക്കുണ്ട്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ഇങ്ങനെ ഒരു കാനന ക്ഷേത്രത്തിൽ ഇത്രയധികം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലത്തുണ്ടാകുന്ന സ്വാഭാവിക തിരക്ക്, അത് ഭക്തർക്ക് മനസ്സിലാകാൻ കഴിയുന്ന തിരക്കാണ്. പക്ഷെ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായത് ഭക്തർ, പതിവായി എത്തുന്ന ഭക്തർ കാണാത്ത പല കാഴ്ചകൾ, കാണാത്ത പല നിയന്ത്രണങ്ങളൊക്കെ വന്നതാണ് കഴിഞ്ഞ തവണയൊക്കെ കുറച്ച് പ്രശ്നമായി മാറുന്ന സാഹചര്യം വന്നത്. എന്തായാലും ഇത്തവണ അങ്ങനെയില്ല, അത് തന്നെ വലിയ ആശ്വാസം. നട തുറന്നിരിക്കുന്നു, അതാണ് വലിയ ശരണം വിളികളോടുകൂടി ഭക്തർ നട തുറന്ന് അയ്യപ്പനെ ദർശിക്കുന്ന കാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത് ഉള്ളത്. ഭക്തി സാന്ദ്രമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും. അത്രയും കഷ്ടപ്പെട്ട് മല കയറി, പലരും കാനനപാത വഴി മല കയറിയൊക്കെ എത്തുന്ന ഭക്തരെ സംബന്ധിച്ച് ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ഇനി കുറച്ച് ദിവസങ്ങൾ, ഇന്ന് 37ാം ദിവസമാണ് മണ്ഡലകാലം തുടങ്ങിയിട്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ മണ്ഡല കാലം പൂർണ്ണമാകാൻ. ഓരോ അയ്യപ്പ ഭക്തനും വ്രതശുദ്ധിയോടുകൂടി മല കയറുന്ന പുണ്യ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, എന്തായാലും അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും. ഇപ്പോൾ ഈ തങ്കയങ്കി എവിടെയെത്തി? വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളോട് കൂടി തന്നെയായിരിക്കും അല്ലേ തങ്കയങ്കി ഘോഷയാത്ര മുന്നോട്ട് പോകുന്നത് അല്ലേ? ഭവ്യ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി രഥഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഘോഷയാത്രയെ അനുഗമിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ജീവനക്കാര്, ഭക്തജനങ്ങൾ, അങ്ങനെ ഈ രഥഘോഷയാത്രയെ അനുഗമിച്ച ആളുകൾ ഇതോടൊപ്പം തന്നെയുണ്ട്. എന്തായാലും ആദ്യ സ്വീകരണം ഓർത്തിട്ട ഗണപതി ക്ഷേത്രത്തിലായിരുന്നു. അതിനുശേഷം പുന്നത്തോട്ടം ദേവീക്ഷേത്രം, ചുവട്ടുകുളം മഹാഗണപതി ക്ഷേത്രം, അങ്ങനെ 72 കേന്ദ്രങ്ങളിൽ ഈ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് കൊണ്ട് 4 ദിവസം കൊണ്ടാണ് തങ്കയങ്കി രഥഘോഷയാത്ര ഈ സന്നിധാനത്ത് എത്തിച്ചേരുന്നത്. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലും ചെറുതും വലുതുമായ സ്വീകരണങ്ങൾ വഴികളിൽ തങ്കയങ്കി കടന്നു വരുന്ന പാതയോരങ്ങളിലൊക്കെ ഭക്തർ ക്രമീകരിച്ചിട്ടുണ്ട്. ആ തങ്കയങ്കിയുടെ ദർശനം നടത്തി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മണ്ഡലകാലത്തിന് തങ്കയങ്കി മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തങ്കയങ്കി രഥഘോഷ വലിയ ആഘോഷപൂർവ്വമാണ് ഇപ്രാവശ്യവും നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷമൊക്കെ മുൻ വർഷങ്ങളിലൊക്കെയാണ് കോവിഡ് കാലത്തൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ വലിയൊരു ഭക്തജന ഒഴുക്ക് ഈ തങ്കയങ്കി രഥഘോഷയാത്രയ്ക്ക് ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ആദ്യം ഇന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം തങ്കയങ്കി ഓമല്ലൂർ രക്തകണ്ഠ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ടോടുകൂടിയാണ് ഇവിടെ വിശ്രമം. അതിനുശേഷം രാവിലെ പുറപ്പെട്ടാൽ ഊന്നി മുരുകവേള ക്ഷേത്രത്തിലാണ് 2ാം ദിവസത്തെ വിശ്രമം. 3ാം ദിവസം പെരുന്നാട് മഹാദേവക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും എത്തിച്ചേരും. അവിടെ നിന്നാണ് പമ്പയിൽ എത്തിച്ചേരുന്നത്. നാളെ 4ാം ദിവസം ഈ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പ്രയാണം ആരംഭിക്കും. സരംകുത്തിയിൽ വെച്ച് തങ്കയങ്കി രഥഘോഷയാത്രയെ തങ്കയങ്കിയെ ഒപ്പം ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരും അതുകൊണ്ട് തന്നെ ഭക്തരും സ്വീകരിച്ച് സന്നിധാനത്തെത്തിക്കും. സന്നിധാനത്തിൽ 18ാം പടിയുടെ മുകളിൽ വെച്ച് തന്ത്രിയും മേൽശാന്തിയും തങ്കയങ്കി ഏറ്റുവാങ്ങിയാണ് ദീപാരാധന നടത്തുക. അതോടുകൂടി മണ്ഡലകാലത്തിന്റെ അവസാന ദീപാരാധനയായ വൈകിട്ട് നടക്കും. അതിനുശേഷം പിറ്റേ ദിവസം 26-നാണ് മണ്ഡല പൂജ നടക്കും. മണ്ഡല പൂജയോടുകൂടി തന്നെ 41 ദിവസത്തെ വിളാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള ശബരിമലയുടെ മണ്ഡലകാല പൂജകൾ അവസാനിക്കും. അതിനുശേഷം മകരവിളക്ക് പൂജയാണ് പിന്നീട് നടക്കുക. അങ്ങനെ മകരവിളക്കുള്ള ക്രമീകരണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. വലിയ തിരക്കും ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടെങ്കിലും അതെല്ലാം ക്രമീകരിച്ച് കുറ്റപ്പെട്ട രീതിയിൽ ദേവസ്വം ബോർഡ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. പരാതികൾ രഹിതമായ ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കടന്നു പോകുന്നത്. ഈ 2 ദിവസം ഇന്നലെയും ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു വന്ന സാഹചര്യത്തിൽ ക്രമീകരണങ്ങളെല്ലാം ഓരോ മേഖലകളിലും കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പരാതിരഹിതമായി തീർത്ഥാടനം പൂർത്തിയാക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് മണ്ഡലകാലത്തിന് ഈ
മണ്ഡലപൂജയോട് കൂടി അവസാനമാകും. പിന്നീട് മകരവിളക്ക് തീർത്ഥാടനത്തിലുള്ള ഒരുക്കങ്ങളാണ് ക്രമീകരിക്കുക. 2 ദിവസവും ദർശിച്ച കുട്ടികളൊക്കെ പരമാവധി തീർത്ഥാടകർ ദർശനം നടത്താനെത്തിയിട്ട് അവരെല്ലാം കൃത്യമായി പരമ്പരാഗത പാതയിൽ ഇരുന്ന് തീർത്ഥാടകർ അടക്കമുള്ള കൃത്യമായി ദർശനം നടത്തി മടങ്ങണമെന്നുള്ള നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത്തരത്തിൽ ക്രമീകരണം നടത്തിയാണ് ഈ ശരണമന്ത്രങ്ങള മുഖരിതമായ അന്തരീക്ഷം സംഘ ഗിരിഘോഷയാത്ര കടന്നു പോകുന്നത്. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലും ചില ആളുകൾ ക്രമീകരിച്ചുള്ള ചില സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ സംഘേകി ആളുകൾക്ക് ദർശിക്കാനുള്ള അവസരമുണ്ടാക്കും. ഈ ചിത്രത്തിൽ ബാലരാമ വർമ്മയാണ് സംഘേകി ശബരിമല അയ്യപ്പന് നടക്കി വെച്ചിട്ടുള്ളത്. 450 ഗ്രാം തൂക്കമുള്ള സംഘേകി ശരി, വ്യക്തമാണ്. ശശിനാരായണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് ഭഗവാന് ചാർത്താനുള്ള അയ്യപ്പനെ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുകയാണ്.